and welcome to Comedy Master. ചേച്ചി റെഡി അല്ലേ? I need energy. ആ എനർജിക്ക് വേണ്ടി, ചേച്ചിക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, കോമഡി മാസ്റ്റേഴ്സിന് വേണ്ടി നമ്മൾ പ്രസന്റ് ചെയ്യുന്നു കളമശ്ശേരിയിൽ നിന്നും ഐസാറ്റ് സ്റ്റുഡന്റ്. ഐസാറ്റിലെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ഹലോ ഗൈസ്, നിങ്ങളിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. പക്ഷെ അതിനു മുമ്പ് ഞങ്ങളുടെ പൾസ് ഒന്ന് ഞങ്ങൾ ആദ്യം കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നതെന്നുള്ളത്. നമ്മുടെ അമ്പിളിക്കുട്ടിനെ തന്നെ നമുക്ക് ആദ്യം ഇറക്കിയാലോ? പിന്നെ അത്രേ ഉള്ളൂ. അപ്പൊ അമ്പിളിക്കുണ്ടാണ് വരാൻ പോകുന്നത്. ആർക്കുമാകാം കോടീശ്വരൻ. ഹായ്, ഹലോ, നമസ്കാരം. ആർക്കുമാകാം കോടീശ്വരൻ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. പല എപ്പിസോഡുകളും കണ്ട് പല പ്രേക്ഷകരും ഞങ്ങളോട് പരാതിപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലെങ്കിലും നല്ല ബുദ്ധിയുള്ള, നല്ല വിവരമുള്ള ആൾക്കാരെങ്കിലും നിങ്ങൾ മത്സരാർത്ഥികളായി വിളിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടീം ഓഡിഷൻ ചെയ്ത് കുറച്ചുപേരെ സെലക്ട് ചെയ്തു. അതിൽ നിന്നും അറിവിന്റെ നിറകുടമായ ഒരു വ്യക്തിയാണ് ഇന്ന് ഇവിടെ മത്സരാർത്ഥി എത്തുന്നത്. വേദിയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം അമ്പിളിക്കുട്ടൻ. ഇതുവരെ ഒരു മത്സരാർത്ഥിയും ഇതേപോലെ സന്തോഷത്തിൽ കയറി വന്നിട്ടില്ല. വിഷമവും ടെൻഷനൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എല്ലാം പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ്, മനസ്സിലായില്ലേ? അറിവിന്റെ നിറകുടമാണ് വന്നിരിക്കുന്നത് മിസ്റ്റർ അമ്പിളിക്കുട്ടന് ആർക്കുമാകാം കോടീശ്വരൻ എന്ന പ്രോഗ്രാമിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഹാപ്പി ആണല്ലോ? ഈ പ്രോഗ്രാം കാണാറുണ്ട്? ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയോ? കുറെ അറിയാം. ആണല്ലേ? നമുക്ക് ടെൻഷൻ ഒന്നും കാണുന്നില്ല. ഭയങ്കര സന്തോഷം. പക്ഷെ എനിക്ക് ഒത്തിരി ടെൻഷൻ ഉണ്ട്. ഗണപതിയെ ഭയങ്കര വിശ്വാസമാണല്ലേ? ഭയങ്കര വിശ്വാസം. ക്ഷേത്രത്തിലൊക്കെ പോയി തോന്നുന്നു. പോയി, രാവിലെ പോയി. അറിഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഹോട്ട് സീറ്റിൽ ഇരിക്കും മുമ്പ് ഒരു ചോദ്യം ഞാനൊന്ന് ചോദിക്കാം. അത് ഈ പ്രോഗ്രാമിന്റെ ഒരു നിയമമാണ്. ആൻസർ പറയണം. കേരളത്തിലെ ആദ്യത്തെ തൃശ്ശൂര്. എന്ത് തൃശ്ശൂര്? എന്തോ ചോദ്യം വ്യക്തമായിട്ട് കേട്ടിട്ട് ആൻസർ പറഞ്ഞാൽ മതി. അതാണ് അതിന്റെ രീതി. ഓക്കെ, നിയമം തെറ്റിക്കരുത്. കേരളത്തിലെ ആദ്യത്തെ രാസ വ്യവസായം എന്താണ്? ടഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതിന് ആൻസർ പറഞ്ഞാലേ സീറ്റ് ഇരിക്കാൻ പറ്റുള്ളൂ, മത്സരിക്കാൻ പറ്റുള്ളൂ. രാവിലെ മാട്ട ചാരായം വല്ലതും മേടിച്ചു കുടിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. എന്താ പറഞ്ഞേ? അല്ല, ചാരായേ. കറക്റ്റ് ആൻസർ. കേരളത്തിലെ ആദ്യ രാസ വ്യവസായം ചാരായം. അപ്പൊ ഹോട്ട് സീറ്റിലേക്ക് ഇരിക്കാം. ചൂടല്ലേ, ചന്തി പൊള്ളി പോവും. അത് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ ആ സീറ്റിന് പറയുന്ന ഒരു പേരാണ്. ചൂടൊന്നുമില്ല, ഇരിക്കാം. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. അപ്പോ അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കാം. ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അറിയാമോ? കാര്യങ്ങൾ. ആദ്യത്തെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിന് മാത്രമേ നമ്മൾ ആ ക്യാഷ് പറയുള്ളൂ. ബാക്കി ഓഡിയൻസിന് സസ്പെൻസ് ആണ്. അവസാനം മാത്രമേ നമ്മൾ പറയൂ എത്ര രൂപ അമ്പിളിക്കുട്ടൻ കരസ്ഥമാക്കിയത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വീട്ടില് ഭയങ്കര കഷ്ടപ്പാടാണ്. അച്ഛൻ ഈ ഇടയ്ക്കാ മരിച്ചത്. ഓ, നമ്മളൊരു മത്സരാർത്ഥിയുടെ ഒരു അച്ഛൻ മരിച്ച കാര്യമാണ് പറയുന്നത്. കുഴപ്പമില്ല, ആദ്യമേ തന്നെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമുക്കിവിടെ വരുള്ളൂ. അപ്പൊ എന്തായാലും അദ്ദേഹം ഈ ഒരു ക്യാഷ് സ്വന്തമാക്കാൻ, ഈ നമ്മുടെ കോടീശ്വരനാകാനുള്ള അർഹതയുള്ള ഒരാളാണ്. എങ്ങനെയാണ് അച്ഛന്റെ മരണം? അച്ഛന് മറ്റേ ഈ പെണ്ണുങ്ങളെ പറവേ ചൂളം അടിച്ചോണ്ട് നടന്നതിന് പോലീസ് അടിച്ചു. അങ്ങനെയുള്ള ആൾക്കാർ അടിച്ചു കൊല്ലണ്ടേ? അല്ല, അച്ഛന് അങ്ങനല്ല. അച്ഛന് ആസ്മയായിരുന്നു. പെണ്ണുങ്ങൾ പോയപ്പോ ഇങ്ങനെ പോലീസ് അടിച്ചു വന്നു. ഓ, അതായിരുന്നു. വല്ലാത്തൊരു മരണമായി പോയി കേട്ടോ. ഓക്കെ, തിരിച്ചു വരാം. അമ്പിളിക്കുട്ടൻ അങ്ങനെ പോയിട്ട് വരട്ടെ, ഇവിടെ എന്നാ മതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്റെ രീതി അതാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോ ഇവിടുന്ന് വീട് വരെ എത്ര രൂപയാണ് ചെലവ്? 35 രൂപ. 35 രൂപ. അപ്പൊ 35 രൂപയുടെ ആദ്യത്തെ ചോദ്യം ചോദിക്കാം. 35 രൂപയുടെ ആദ്യത്തെ ചോദ്യം അമ്പിളിക്കുട്ടന്. യെസ്. അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 30,000 mAh ബാറ്ററി, 1 TB മെമ്മറി, ISO 9000, മെയ്ഡ് ഇൻ ചൈന. ഈ കവർ എടുത്ത് മാറ്റാൻ പറഞ്ഞേ, ക്ഷമിക്കണം. എന്റെ കവർ വെച്ചാണോ കൊണ്ട് വയ്ക്കുന്നത്? കാര്യം പറഞ്ഞ സോറി അമ്പിളിക്കുട്ടൻ. ഇതിന്റെ നിയമം ഒരിക്കൽ കൂടി പറയാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന് ശേഷം മാത്രമേ രണ്ടാമത്തെ ചോദ്യം ഉണ്ടാകൂ. രണ്ടാമത്തെ ചോദ്യത്തിന് ശേഷം മാത്രമേ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകൂ. മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞിട്ട് ഞങ്ങൾ നാലാമത്തെ ചോദ്യത്തിനെ കുറിച്ച് ചിന്തിക്കും. ഫ്രഷ് ഐഡിയ. അതാണ് ഈ പരിപാടിയുടെ വെറൈറ്റി. മറ്റുള്ള പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നി. ശരി,
ആദ്യത്തെ ചോദ്യം, സിനിമ കാണാറുള്ള ആളാണോ? ഇഷ്ടംപോലെ കാണും. കാണും. ആ. ഹിന്ദി സിനിമ കാണാറുണ്ടോ? ഹിന്ദി സിനിമ കാണും. ഹിന്ദി സിനിമ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. സണ്ണി ഡിയോൾ അറിയാവോ? പിന്നെ അറിയാവുന്ന ഇന്നലെ കൂടെ കണ്ടേ ഉള്ളൂ. ഒരുപാട് സിനിമ കാണാറുണ്ട്. ഒരുപാട് എന്നും കാണും. സണ്ണി ഡിയോളിന്റെ ഏതെങ്കിലും സിനിമയിൽ ഒരു 2 ഡയലോഗ് പറയാമോ? ഇപ്പൊ പറഞ്ഞുതരാം. ഓ യാ കമോൺ ബേബി ഓ സണ്ണി ഡിയോൾ എന്നാണ് ഞാൻ പറഞ്ഞത്. സണ്ണി ഡിയോൾ. മുझे नहीं पहचाना. കറക്റ്റ്. ചോദ്യം ഇതാണ്, സണ്ണി ഡിയോളിന്റെ അമ്മ ഹേമ മാലിനി എന്നൊരു സുന്ദരിയാണ്, അറിയാമല്ലോ. എന്നാൽ സണ്ണി ഡിയോളിന്റെ അച്ഛന്റെ പേര് എന്താണ്? ഓപ്ഷൻ വേണ്ട വേണ്ട. ഓപ്ഷൻ വേണ്ട. അറിയാം. നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. സംശയം വേണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അമ്പിളിക്കുട്ടിന്റെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം അമ്പിളിക്കുട്ടൻ പറയാൻ പോവുകയാണ്. ഒരു സംശയം വേണ്ട, കറക്റ്റ് ഉത്തരമാണ്. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ധർമ്മജം ബോൾഗാട്ടി. ധർമ്മജം ബോൾഗാട്ടിയാ? മറ്റേ വിഷഹാരിയിലൂടെ ഒക്കെ കോമഡിക്ക് വന്ന വിഷഹാരിയാ? പൊക്കമുള്ള ആള് വിഷാരടി. ധർമ്മജൻ ബോൾഗാട്ടിയല്ല, സണ്ണി ഡിയോളിന്റെ അച്ഛന്റെ പേര് ധർമ്മേന്ദ്ര. ധർമ്മേന്ദ്ര. ആ സ്ഥലം പറയണ്ടായിരുന്നു, അതാ പറ്റിയ. ബാക്കിയെല്ലാം കറക്റ്റായി. ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതിന് മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ. ചോദിച്ചോ. അമ്പിളിക്കുട്ടി എന്ത് ചെയ്യുന്നു? ഞാൻ ഈ ചെറിയ മാസികയിലൊക്കെ കവിതയൊക്കെ എഴുതും. കവിത എഴുതുന്ന ആളാണ്. ഒരു കലാകാരനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോ കവിത അവസാനമായിട്ട് എഴുതിയ കവിത ഏതാണ്? കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നു. അത് വന്നായിരുന്നു, പ്രസിദ്ധീകരിച്ചു. കവിതയുടെ പേരെന്താണ്? മൂലക്കുരു. ഇതൊക്കെ വെച്ച് ആരെങ്കിലും കവിത എഴുതൂ? അത് വെച്ചല്ല, പേന വെച്ച എഴുതിയ. അങ്ങനെയല്ല, ഇങ്ങനെയൊക്കെ ഒരു പേരിൽ കവിത എഴുതാമോ? അയ്യോ, നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ്. എന്റെ പറമ്പിന്റെ കിഴക്കേ അതിരില് മൂലയ്ക്ക് ഞാൻ ഒരു കുരു നട്ടു, അത് കിളിച്ചില്ല. അതിന്റെ വിഷമത്തിൽ ഞാൻ എഴുതിയ കവിതയാണ് മൂലക്കുരു. ഓക്കെ, ശരി. ഇതെല്ലാം കവിത കേൾക്കാൻ നിൽക്കുന്നില്ല. അപ്പൊ ആർക്കുമാകാം കോടീശ്വരൻ എന്ന പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ ചോദ്യം അമ്പിളിക്കുട്ടന് വേണ്ടി. ചോദ്യത്തിലേക്ക് പോവാം. തെങ്ങ് എന്ന വടവൃക്ഷത്തിൽ വിളയുന്ന ഫലം ഏതാണ്? Which is the fruit that is violated in the fruit of ഈ ഹൂ കേൾക്കാനാണ് ഞങ്ങളുടെ നാട്ടിൽ എല്ലാരും കാത്തിരിക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. ഓപ്ഷൻ എ മാങ്ങ, ഓപ്ഷൻ ബി നാരങ്ങ, ഓപ്ഷൻ സി തേങ്ങ, ആൻഡ് ഓപ്ഷൻ ഡി ഒതളങ്ങ. ആലോചിച്ചിട്ട് പറയണം. മറ്റേ അത് വേണം. ഏത് വേണം? കൂട്ടുകാരനെ വിളിക്കുന്ന അത്. ഫോൺ എ ഫ്രണ്ട്. അത് വേണം. നമ്പർ പറഞ്ഞോളൂ. 9846473880. പേരെന്താണ്? സുരൻ. 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 ഹലോ ഹലോ, സുരനാണോ? ആ സുരേണ്. കോൾ ബാക്ക്. ബാലൻസ് ഇല്ലെന്ന്. ഇത്ര വലിയ ചാനലായിട്ടാ? കുഴപ്പമില്ല, സുരൻ വിളിച്ചോളൂ. ഇങ്ങോട്ട് വിളിക്കും. എന്റെ കാശാണ്. ആ സുരൻ. അസുരനല്ല, വെറു സുരൻ, പാവം. സുരൻ. ഓക്കെ, അത് റിങ് ചെയ്യുന്നുണ്ട്. ഹലോ, സുര ആ സുരൻ. ആർക്കുമാകാം കോടീശ്വരൻ എന്ന പ്രോഗ്രാമിന്റെ അവതാരകനാണ്. പ്രോഗ്രാമിൽ നിന്ന് വിളിക്കുകയാണ്. നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ മിസ്റ്റർ അമ്പിളിക്കുട്ടൻ ഇവിടെ മത്സരാർത്ഥിയായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ പറയാവോ? ഞങ്ങൾ ഏകദേശം മനസ്സിലാക്കി വരുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ കൂട്ടുകാരോട് സംസാരിച്ചോളൂ. എടേ സുര, എടാ നീ ഒരു കാര്യം ചെയ്യണേ. നമ്മളെ തെങ്ങേറാൻ പോകുന്ന ചന്ദ്രമാമ ഇല്ലേ, ആ ചന്ദ്രമാമന്റെ വീട് വരെ പോണം. എടാ ജംഗ്ഷനിൽ ചെന്നിട്ട് താഴോട്ട് ഇറങ്ങിയ പോസ്റ്റ് ഓഫീസ് ഇല്ലേ, അവിടുന്ന് വയല് കയറി 7ാമത്തെ വീട്. പെട്ടെന്ന് പോ ചന്ദ്രമാമ, എനിക്ക് ചോദ്യം ചോദിക്കാണ്. അല്ല, ഒരു 3/4 മണിക്കൂർ എടുക്കും. ഇപ്പൊ വിളിക്കും. 3/4 മണിക്കൂറാ? 15 മിനിറ്റ് പോലും ഇല്ലാത്ത പ്രോഗ്രാമാണ്. ഇതിന് കാല് വയ്യാതിരിക്കാൻ ആക്സിഡന്റ് പറ്റിയോ? പോയിട്ട് വരണ്ടേ? വെയിറ്റ് ചെയ്യാം. അവിടെ വിളിക്കുവോ? അത് പറ്റില്ല. ഇയാൾ ആൻസർ ചോദിക്കും. എടാ സുര, എടാ എനിക്ക് ഇവിടുന്ന് പൈസ ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടാ. നീ എന്റെ ഗൂഗിൾ പേയിലോട്ട് വണ്ടി കൂലിയിലോട്ട് ഇട്ട് തരുമോ? കൂട്ടുകാരെന്ത് പറഞ്ഞു? തേങ്ങയെന്ന്. കറക്റ്റ് ആൻസർ. തെങ്ങിൽ എന്ന വടവർഷത്തിൽ വിളയുന്ന ഫലം തേങ്ങ. കറക്റ്റ് ആൻസർ. അമ്പിളിക്കുട്ടൻ ലഭിക്കുന്നു 35 രൂപ പ്ലസ് 70 rupees. സന്തോഷമായി? ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ഇനി ഇതുപോലെ നമ്മൾ ആലോചിച്ച് വേണം ആൻസർ പറയാൻ. ശ്രദ്ധിക്കണം. എപ്പോഴും നമുക്ക് ഫോൺ ഫ്രണ്ട് എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞു. വേറെ ക്വസ്റ്റ്യനിലേക്ക് പോവാമോ? അപ്പോ നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ബാഹുബലി എന്ന സിനിമയിൽ ഒരു ഡയലോഗ് പോലും ഇല്ലാതിരുന്ന കഥാപാത്രം ഏതാണ്? Which is a character that does not the dialogue in the movie. അരുണേടാ, ആ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലുള്ള പട്ടിയൊക്കെ അടിച്ച് പറഞ്ഞു വിടറാ. നീ അങ്ങോട്ട് കയറ്റി വിട്ടത്. അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു.
which is the character that doesn't have the dialogue in the Bahubali movie? Who? ഓപ്ഷൻ Option A, Bahubali. Option B, Palwal Devan. Option C, Pingala Devan. Option D, Devasena. ഇതൊന്നുമല്ല. ഏ? കാലകയെ. കാലകേന? കാലകയിലാണ് സിനിമയിൽ ഡയലോഗ് ഇല്ലാത്ത. ആര് പറഞ്ഞു? ഡയലോഗ് എഴുതി കൊടുക്കാത്തോണ്ടല്ലേ പുള്ളി ജിന്ദ്ര തൂസറ ഇസ്ത്ര ബീറ്റ്രൂട്ട് സുരണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഡയലോഗ് എഴുതി കൊടുത്തില്ല, അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പിച്ചു പോയി പറഞ്ഞു നടക്കുന്നത്. ഇല്ലെങ്കിൽ Right answer. അമ്പിളിക്കുട്ടിന് വീണ്ടും ഒരു എമൗണ്ട് കിട്ടിയിരിക്കുന്നു. എത്രയാണെന്നുള്ളത് സസ്പെൻസ് ആയിട്ട് പറയാം. നമുക്ക് എന്തായാലും നമുക്ക് അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, കോൺഫിഡന്റ് ആണോ? കോൺഫിഡന്റ്. ഇതുവരെ എത്ര രൂപ കിട്ടിയെന്നുള്ള ഐഡിയ അവസാനം പറഞ്ഞാൽ മതി. സസ്പെൻസ് ആണ്. എന്നാൽ അമ്പിളിക്കുട്ടിന് നല്ലൊരു എമൗണ്ട് കിട്ടട്ടെ എന്ന് ഞാനും പ്രേക്ഷകർ ഒരേപോലെ പ്രാർത്ഥിക്കുന്നു. ഇല്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. KGF എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ഉഗ്രം പടമില്ലേ? ആണോ? പിന്നെ ഞാനേ ആ. ഈ കോമഡി മാസ്റ്റേഴ്സിൽ മറ്റേ അഖിലിൻ നോബിയൊക്കെ ഇല്ലേ, ആ. അവരുടെ പരിപാടിക്ക് ഞാനാ കട്ടം കിട്ടുന്നത്. കട്ടം കിട്ടുന്നത്? അതിന്റെ കൊച്ചകിലില്ലേ സ്റ്റേജ് പരിപാടിക്ക്? ആ സ്റ്റേജ് KGF-ന്റെ ഇത് ചെയ്യും, ഫിഗർ ചെയ്യും പുള്ളി. ഫിഗറിയോ? അടിപൊളിയാണ്. താടി മുടിയൊക്കെ വെച്ചിട്ട് താടി മുടിയൊക്കെ വെച്ച് കിട്ടില്ല. നല്ല അഭിപ്രായമുണ്ടോ? നല്ല അഭിപ്രായമാ. ആരൊക്കെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? കമ്മിറ്റിക്കാരൊന്നും എന്റെ അടുത്തല്ലേ പറഞ്ഞു. എന്തോന്ന്? അല്ല, അവൻ കസേരയിട്ട് വെളിയിരുന്നപ്പം ആ. എന്റെ അടുത്തൊന്ന് ചോദിച്ചു, എന്തോന്ന്? ഈ നാടൻ കാച്ചിൽ നിങ്ങൾ വിൽക്കാനോ അതെ ലേലത്തിൽ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ആർക്കുമാകാം കോടീശ്വരൻ എന്ന പ്രോഗ്രാമിന്റെ അമ്പിളിക്കുട്ടനുമായി ഞാൻ പോകുന്നത്. എന്റെ മൈ ഫൈനൽ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിൽ നോക്കിക്കോളൂ. വന്നാ നോക്ക്, ഇല്ലെങ്കിലും നോക്ക്. അപ്പോ KGF എന്ന സിനിമയിൽ റോക്കി ബായ്, KGF 2-ൽ റോക്കി ബായ് എന്തുകൊണ്ടാണ് കടലിലേക്ക് എടുത്ത് ചാടിയത്? അവസാന ഭാഗത്തിൽ എടുത്ത് ചാടുന്നുണ്ട്. In the sea, KGF 2 chapter 2, how he is jumped into the sea. ഓപ്ഷൻ എ, കക്ക വാരാൻ. ഓപ്ഷൻ ബി, ഭാര്യ കക്ക തിരിച്ചിടാൻ. ഓപ്ഷൻ സി, മണല് വാരാൻ. ഓപ്ഷൻ ഡി, പോലീസിനെ പേടിച്ച് മുക്കിളിയിടാൻ. മറ്റേ ഇത് വേണം. ഏത്? മറ്റേ പൈപ്പ് ലൈൻ. പൈപ്പ് ലൈനാ? നേരത്തെ പറഞ്ഞു. ലൈഫ് ലൈൻ. അത് വേണം. നമ്മളിവിടെ രണ്ട് തെറ്റുത്തരം മാറ്റി തരാം. എയും ബിയും വായിച്ചിരിക്കുന്നു. ഇനി സിയും ഡിയും മാത്രമേ ഉള്ളൂ. ആലോചിച്ച് ആൻസർ പറയും. ചോദ്യം ഒന്നുകൂടെ പറയൂ. KGF ചാപ്റ്റർ 2-ൽ റോക്കി ബായ് എന്തിനാണ് കടലിലേക്ക് എടുത്ത് ചാടിയത്? എന്നിട്ട് എല്ലിട്ടടെ കയറിയത്. അത് ഓപ്ഷനിലില്ല. അല്ല, ഇത്രയും കാശുള്ള ആളല്ലെങ്കിൽ കടലെടുത്ത് ചാടേണ്ട വല്ല കാര്യമുണ്ട്. ഒരുപാട് പൈസ ഉണ്ട്. അപ്പൊ അത് തിന്നിട്ട് എല്ലിന്റെ കയറിയത്. നാടൻ ഒരു പ്രയോഗമുണ്ട്, കൃമികടി എന്ന് പറയും. അമ്പിളിക്കുണ്ട് അവസാന ചോദ്യം അവസാനിച്ചിരിക്കുന്നു. അപ്പൊ അമ്പിളിക്കുണ്ട് എത്ര രൂപയാണ് അമ്പിളിക്കുണ്ട് സ്കോർ ചെയ്യുന്നത് എനിക്കും അതുപോലെ തന്നെ പ്രേക്ഷകർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. വളരെ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു, നല്ലൊരു അധ്യായമായിരുന്നു ഇന്ന് കടന്നുപോയത്. അപ്പോ ഈ അധ്യായത്തിലെ മത്സരാർത്ഥി അമ്പിളിക്കുട്ടന് എത്ര രൂപയാണ് കരസ്ഥമാക്കിയെന്ന് അറിയുന്നതിന് ഞാനും നിങ്ങളും അതുപോലെ തന്നെ വളരെ അതിശയത്തോടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഷോർട്ട് ബ്രേക്ക്. പൈസ ചെക്കാറ്റ് എഴുതണം. പൈസ ആയിട്ട് വീട്ടിൽ പോകണം, വണ്ടി കൂലി വേണം. ഗൂഗിൾ പേ ഉണ്ടോ? ഇല്ലില്ല, ഒന്നുമില്ല. എന്റെ ഗൂഗിൾ പേയിൽ 13 രൂപ ഉള്ളൂ. 13 രൂപ ഉള്ളൂ. സർ, കോടീശ്വരൻ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അതിന് മുന്നോടിയായി നിങ്ങൾക്കറിയേണ്ട ഒരു കാര്യം, എനിക്കും പ്രേക്ഷകർക്കും ഒരുപോലെ സസ്പെൻസ് കൊടുത്തിരുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം അറിവിന്റെ നിറകുടമായ അമ്പിളിക്കുട്ടൻ നൽകിയ ഉത്തരം എത്രത്തോളം ശരിയായി എന്നുള്ളതും എത്ര രൂപ സമ്പാദിച്ചെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അമ്പിളിക്കുട്ടൻ നേടിയിരിക്കുന്നു ആർക്കുമാകാം കോടീശ്വരൻ എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയ അധ്യായത്തിൽ 300 രൂപ. 300 രൂപ. ഹാപ്പി അല്ലേ? കളയരുത്. തികയത്തില്ലത്. 35 രൂപ വണ്ടി കൂലി വേണം. പിന്നെ പോകുന്ന വഴിക്ക് ഇത്ര ക്ഷീണമുള്ളല്ലോ, വിവരം കയറി ഒരു പൈൻറ്റ് എടുക്കണം. പൈൻറ്റ് വെള്ളം അടിക്കാൻ. വളരെ മോശം മത്സരാർത്ഥിയാണോ നിങ്ങള്? മദ്യപിക്കാൻ വേണ്ടിയാണ് ഇതുപോലൊരു പ്രോഗ്രാമിൽ ജനലക്ഷങ്ങൾ ജനകോടികൾ കാണുന്ന ലോകം കാണുന്ന പ്രോഗ്രാമിൽ വന്നിരിക്കുന്നത്. ആർക്കും ആ കോടീശ്വരന്റെ പുതിയ എപ്പിസോഡിലേക്ക് വന്നത് എന്തിനാണ്? മദ്യപിക്കാനാണ്. നിങ്ങളൊരു യുവാവല്ലേ മനുഷ്യ? ഈ പ്രായത്തിൽ നിങ്ങളുടെ ഈ ശരീരം നിങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി മദ്യപാനത്തിന് അടിമയാകാണ്. ഒരിക്കലും ഒരു ചാനലും ഞങ്ങളുടെ പ്രോഗ്രാം ഒന്നും ഒരിക്കലും ഇത് അനുവദിക്കില്ല കേട്ടോ. വളരെ മോശമായി മ്ലേച്ഛപരമായ ഒരു ഇതായിപ്പോയി. എനിക്ക് പറയാൻ വിഷമമുണ്ട് പ്രേക്ഷകരെ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഈ പ്രോഗ്രാമും ഇതുപോലുള്ള ഒരു പ്രോഗ്രാമും ഞങ്ങൾ അവതാരകരാരും ഒരു പരിപാടിയിലും മദ്യപാനത്തിന് എന്നല്ല ഒരു ലഹരിയും പ്രോത്സാഹിപ്പിക്കില്ല. അതുകൊണ്ട് ഐ എം റിയലി സോറി.
മദ്യപാനം കാരണം ഒരു കുടുംബം ഇല്ലാതാകരുത്, ഒരു മനുഷ്യനും ഇല്ലാതാകരുത്, മദ്യത്തിന് ആരും അടിമയാകരുത്. എല്ലാവരും നല്ല നാളേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരിക്കലും മദ്യത്തിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. ഈ അമ്പിളി കൊണ്ടുവന്ന വ്യക്തിയോട് ഞാനും പറയുന്നു, ദയവ് ചെയ്ത് മദ്യപിക്കരുത്. പക്ഷേ നമുക്ക് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് പറയാം, പലരും അത് പ്രവർത്തിക്കണമെന്നില്ല. നമ്മൾ പറയുന്നതല്ല പലരും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മദ്യപിക്കുന്നവർ മദ്യപിക്കട്ടെ, അവരുടെ ഇഷ്ടം. ഇവിടെ വരുന്ന ഒരു മത്സരാർത്ഥിയും വിഷമിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കില്ല. അമ്പിളി കൊണ്ട് എന്താണ് വിഷമം? വിഷമിക്കണ്ട, 100 രൂപ കൂടെ വേണം. ഞാൻ തരാം. പ്രേക്ഷകരുടെ സാക്ഷരത്തിൽ പറയാണ്, മദ്യപിക്കുന്ന മദ്യപിക്കട്ടെ. പെട്ടെന്ന് 9 മണി ആവാറായി. ഓക്കെ, അപ്പൊ അപ്പോൾ ആർക്കുമാകാം കോടീശ്വരൻ എന്ന പ്രോഗ്രാമിന്റെ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു, അവസാനിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ശുഭരാത്രി, സുഖനിദ്ര, നമസ്കാരം. ബിവറേജ് അടയ്ക്കൊന്ന് പോണം. ഇവിടെ തൊട്ട് പുറകിൽ ഒരു ബിവറേജ് ഉണ്ടെന്ന്. അതാകുമ്പോഴത്തെ അധികം ദൂരം പോകണം, എടുത്തോണ്ട് വീട്ടിൽ പോവാം. വീട്ടിൽ പോകണ്ട. ഇവിടെ മേക്കപ്പ് റൂം ഉണ്ടല്ലോ, അതിന്റെ തൊട്ട് താഴെ വേറൊരു റൂമുണ്ട്, അവിടെ വന്നാൽ മതി. ഫോട്ടോക്കെ മാറി മേക്കപ്പ് മാറ്റിട്ട് വരാം. 100 തന്നാ പിന്നെ കാണാൻ എന്റെ ഷെയറാണ്. ഇത്ര നേരം വളവളാന്ന് പറഞ്ഞത് നിങ്ങൾ അടിക്കുമല്ലേ? പലർക്കും പല കാര്യങ്ങളും വലിയ വാക്കിൽ ഉപദേശിക്കാം, പക്ഷെ അതൊക്കെ ജീവിതത്തില് കൊണ്ടുവരാനാണ് പാട്. മറ്റേ സാരം കൂടെ കിട്ടേക്കാം. ഇങ്ങനെയാണ്. കോമഡി മാസ്റ്റേഴ്സിലെ ഇപ്പോഴത്തെ ഒരു വെരി പവർഫുൾ ടീമാണ് വീണ്ടും ഒരു മണി സ്കിറ്റിനായിട്ട് ഈ ഫ്ലോറിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ടീമിലെ എല്ലാരും കിടിലങ്ങളല്ലേ ചേച്ചി? അതെ, എന്തായാലും ഒരു 1.5 സ്കിറ്റ് ആകുമെന്ന കാര്യത്തിൽ നമുക്കൊരു ഡൗട്ടും ഇല്ല. അപ്പൊ നമ്മുടെ ടീം റെഡി അല്ലേ? റെഡി. ശരി, ഇനി എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് നമ്മുടെ നാട്ടുകൂട്ടത്തിന്റെ കയ്യിലാണ്. നിങ്ങൾ ചിരിച്ചാലേ ബാറ്ററി ചാർജ് ആകൂ, എന്നാലേ ഇവർക്ക് കാശ് കിട്ടത്തുള്ളൂ. ഓക്കെ ചേച്ചി? യെസ്, ബാറ്ററി ഓൺ. battery on and it's on. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. All the best. മോളെ, നീ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്റെ ജാതക പ്രകാരം എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം. അതുകൊണ്ടാണ് അച്ഛനും അമ്മയും കിടന്ന് കഷ്ടപ്പെടുന്നത്. എന്റെ പൊന്നച്ച, ഞാൻ കല്യാണം കഴിക്കുന്ന ആളെ പറ്റി എനിക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഇല്ലേ? മോളെ, എല്ലാ പെൺകുട്ടികൾക്ക് സങ്കല്പങ്ങൾ ഉണ്ടാകും, പക്ഷെ നമുക്ക് കിട്ടുന്നല്ലേ അനുഭവിക്കാൻ പറ്റൂ. അല്ല പെണ്ണേ, നിന്റെ അച്ഛൻ നേരത്തെ മരിച്ചത് നന്നായി. അല്ലെങ്കിൽ നിന്നെ പോലുള്ള ഒരു പെണ്ണിന് നല്ല പെണ്ണെന്ന് പേരിട്ടതിന് അങ്ങേരുടെ മൊട്ടത്തല ഞാൻ താരത്തെ റോഡിൽ പിടിച്ചു വെച്ച് ഒരച്ചാനെ. നിങ്ങളുടെ പേരെ കുറിച്ച് അധികം പറഞ്ഞിക്കണ്ടേ? പറയല്ലേ. അച്ഛൻ നാട് വിട്ടുപോയി, തല പിടിച്ചു വെച്ച് ഒരക്കാൻ ആളെ സ്ഥലത്തില്ല. അമ്മ എന്താണ് ഒന്ന് പറയുന്ന മനസ്സിലാക്കി. എനിക്ക് കല്യാണം വേണ്ട, എനിക്കിനി പഠിക്കണം അച്ഛാ. മോളെ, നീ 6 വർഷമായിട്ട് 10-ലിരിക്കുക. ഇനിയും നിന്നെ ആ ട്യൂട്ടോറിയൽ കോളേജിൽ കൊണ്ടു ചെന്നാൽ അവിടുത്തെ പ്രിൻസിപ്പാൾ എന്റെ പേരെഴുതി വെച്ചിട്ട് തൂങ്ങിച്ചാകുമെന്നാ പറഞ്ഞേക്കുന്നത്. നിന്റെ അമ്മ പോലും 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. മറ്റുള്ളവര് മുമ്പേ അവളെ നീ നാണം കെടുത്താനാണോ പരിപാടി? വേണ്ട, പറഞ്ഞു പോവുക. പറയുന്ന മനസ്സിലാക്കി. എനിക്ക് പഠിക്കണം. നിർത്തടാ, നിർത്തടാ. അമ്മേ, അമ്മ, എന്താണ് അതിന്റെയൊക്കെ വിചാരം? സ്ത്രീ എന്ന് പറഞ്ഞാൽ അടുക്കളയെ മാത്രം ഒതുങ്ങിക്കൂടാനുള്ള ഒരു വസ്തുവല്ല. അതേപോലെ പുരുഷന്മാർക്ക് കല്യാണം കഴിച്ച് കൊണ്ടു നടക്കാനുള്ള ഒരു ഉപകരണവുമല്ല. സ്ത്രീക്കുമുണ്ടടാ ആഗ്രഹങ്ങളും വികാരങ്ങളും വിചാരങ്ങളും സ്വപ്നങ്ങളും എല്ലാം. നല്ല പെണ്ണേ, അമ്മയ്ക്ക് ഗുളിക കൊടുത്തില്ലേ? എന്റെ അടുത്തുണ്ട്, വെള്ളം എടുത്ത് കൊടുക്കും. ഇതെങ്കിലും കുടിക്ക്. ഇനി അതുപോലെ പറ. ഇനിയും പറയാനാ? എന്തൊന്ന് പറയാനായിട്ട്? എടി നാച്ച പിടിച്ച പെണ്ണ, നീ കുടുംബത്തിൽ വന്നതിന് ശേഷം ചെറുക്ക വെല്ലോ പയ്യനെയും കണ്ടുപിടിച്ച് ഇവിടെ എളുപ്പം കെട്ടിച്ച് വിട്ടോ. വെല്ലോടത്തിന്റെ കൂടെ ഒളിച്ചോടി പോയി നാണം കെട്ടങ്ങാൻ ഇവിടെ നിന്നോണ്ട് ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് കല്യാണം വേണ്ട. ഇങ്ങനെ പറയില്ലേ? നല്ല പെണ്ണേ, കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ ലോജിക് ഇല്ലാത്ത പേര് ഞാൻ നിന്നെ വിളിച്ചോണ്ടിരിക്കുക. ഞാനും. അതുകൊണ്ട്
നീ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. മോളെ അമ്മന്റെ മോളല്ലേ. ഈ വീട്ടിലെ എനിക്കും നിന്റെ അച്ഛനും മാത്രം അറിയാവുന്ന രഹസ്യമുണ്ട്. ഏയ്, നീ ഇങ്ങോട്ട് മാറിക്ക്, ഞാൻ പറഞ്ഞു കൊടുക്കാം. മോളിഞ്ഞു വാ. ഈ വീട്ടില് എനിക്കും നിന്റെ അമ്മയ്ക്കും അറിയാവുന്ന ഒരു രഹസ്യമുണ്ട്. എന്റെ ഭഗവാനെ, അച്ഛ പറയുന്നില്ലേ, പറ. എങ്ങനെ പറയും? ഈ കുതിര സമ്മതിക്കണ്ടേ? ഈ വീട്ടിൽ എന്ത് രഹസ്യം പറഞ്ഞാലും ഈ കുതിര അപ്പ ചാടി വരും. എന്തോ പറയാ, നിങ്ങളൊന്ന് മനസ്സിലാക്ക്. എന്തുവാ? എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് പഠിക്കണം പഠിക്കണം പഠിക്കണം. നിർത്തടി. ഇനി ഈ വീട്ടിൽ ഞാൻ സംസാരിക്കും. ഞാൻ പറയുന്നത് കേട്ടാ മതി. വെളുത്തച്ഛാ. ഓ ചുമ്മാതെ നീ പറഞ്ഞാ മതി, ഞാൻ കേട്ടോളാം. പിന്നെ ഞാൻ നമ്മുടെ കവല വരെ ഒന്ന് പോയിട്ട് വരാം. അവര് എത്താറായോ ഇല്ലയോ എന്ന് അറിയണ്ടേ. അപ്പൊ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. നീ കൊച്ചിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. നിക്കടാ. എവിടെ പോകുന്നു? കവല വരെ പോന്നു. നടന്നു പോകണ്ട, ആ. അമ്മച്ചി സൈക്കിളൊക്കെ ഉണ്ടാക്കാം. സൈക്കിൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് കേറടാ, ഏ? ഇങ്ങോട്ട് കേറടാ. എന്തോ പറയാനാന്ന് പറയുന്നത്. അല്ല വേണ്ട, മക്കൾ തന്നെ പൊക്കോ. രക്ഷപ്പെട്ട്. നിക്കടാ, ഏ? സൈക്കിളെ കയറാ, സൈക്കിള് സൈക്കിളിൽ കയറാ, കേറി. ചവിട്ടിപ്പോടാ, ചവിട്ടിപ്പോടാ. ബെല്ലടിക്കുന്നേ, ബെല്ലടിക്കുന്നടാ. ഓ വിടുക്കൻ. നീ അതൊന്നും നോക്കണ്ട. പിന്നെ പറഞ്ഞു കേട്ടിട്ടോളാം, ഇത് നല്ലൊരു ബന്ധ. മാന്ത്രികം സീരിയലൊക്കെ ചെക്ക അഭിനയിക്കുന്നുണ്ട്. വ്യഭിചാരം, വ്യഭിചാരം, അല്ല, ആഭിചാരം. എനിക്ക് വേണ്ടമ്മേ കല്യാണം. കൊച്ചി അവര് വന്ന് കണ്ടിട്ട് അങ്ങോട്ട് പൊക്കോളും. നീ കേട്ടുന്നില്ലേ, കെട്ടണ്ട. ശരി, ഉറപ്പാണല്ലോ. ഉറപ്പുമ്പോൾ വാ, നമുക്ക് കുറച്ച് ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കാം. അമ്മച്ചി വാ. ഓടി ഇറങ്ങി. അവിനാശേ, അവിനാശേ, ഇതാ ഞാൻ പറഞ്ഞ വീട്. നോക്കി വെച്ചോ. വീട് മേടിക്കാനാ വന്നേ? അതല്ല, ഈ ദേവമ്മ നടത്തിയിട്ടുള്ള കല്യാണം ഒന്നും പാഴായി പോയിട്ടില്ല. ദാണ്ടെ ഒരു ഐശ്വര്യം പിടിച്ച ഒരു അമ്മൂമ്മ ഇവിടെ ഇരിപ്പുണ്ട്. ചെന്ന് എങ്ങനെയാലും സോപ്പിട്ട് കയ്യിലെടുക്കാൻ നോക്കടാ. മുത്തശ്ശി, ഞാൻ അവിനാഷ്. ഈ വീട്ടിലെ കുട്ടിയെ പെണ്ണ് കാണാൻ വന്നതാണ്. ഒരുപാട് സീരിയലുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, കണ്ടു കാണും. എന്താ അങ്ങ് പോയത്? സീരിയൽ കണ്ടു കാണും. അയ്യോ, ഞാൻ വെളുത്തച്ഛൻ. നമസ്കാരം, ഞാൻ ദേവമ്മ. രണ്ടുപേരും ഒരു ലോജിക്കും ഇല്ല. നിങ്ങളെ തിരക്ക് ഞാൻ ജംഗ്ഷൻ നിൽക്കുമായിരുന്നു. കാറിൽ ഇങ്ങോട്ട് വരുന്ന കണ്ട്. ഈ കാർ ആരടുത്ത് വീട്ടിനകത്തോണ്ടിട്ടത്? ഞാൻ കൊണ്ടുവന്ന പയ്യനാ. കൊള്ളാം, പട്ടാഭിഷേകത്തിലെ ലക്ഷ്മിക്കുട്ടിയെ പോലെ ഉണ്ട്. ഞാൻ ജംഗ്ഷനിൽ നിന്നായിരുന്നു നിങ്ങൾ കാറി വരുന്ന കണ്ടപ്പം. ഞാൻ കാറിന് കൈ കാണിച്ചിട്ട് നിർത്താത്തെന്ത്? അയ്യോ, ഞങ്ങള് കണ്ടില്ല. കണ്ടായിരുന്നു. അന്നേരം പറഞ്ഞു ഏതോ പിച്ചക്കാരെ കൈ കാണിക്കുന്നത്, എത്തറടാ പൊക്കോന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടോ കണ്ടോ? ഓ, ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ മക്കളെ. അമ്മച്ചി മറന്നുപോയതാ. അമ്മച്ചി കണ്ടിട്ടുണ്ട്. ആ ബാബുവിന്റെ കല്യാണത്തിൽ വെച്ച് എത്ര വട്ടം നിന്ന് ഞാൻ കണ്ടേക്കുന്നടി മക്കളെ. അയ്യോ, സുന്ദരി തന്നെ കേട്ടാ. അയ്യോ, മുത്തശ്ശി, ഓ, ഞാൻ ഒരു വീട്ടിലോട്ട് ആദ്യമായിട്ട് വരുവാ. പ്രായമുള്ളവരോട് സംസാരിക്കാവോ എന്നറിയത്തില്ല, എന്നാലും ഞാനങ്ങ് പറഞ്ഞു പോവാ. ഇത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വെയിലൊക്കെ കൊണ്ട് ക്യൂ നിന്ന് പ്രൊഡക്ഷൻ ഫുഡൊക്കെ കഴിച്ച് ആറ്റിലൊക്കെ ചാടി അഭിനയിക്കുന്നത് വലിക്കാനല്ല. മുതിർന്ന സ്ത്രീകളോട് എങ്ങനെ സംസാരിക്കണം എന്ന് അറിയാൻ മേലാത്ത നാറി. സംഭവം എന്താണെന്നറിയോ? അമ്മയ്ക്ക് തലയ്ക്ക് മേളിലോട്ട് ഇച്ചിരി ലൂസാ. നിന്റെ അരക്ക് താഴോട്ടാ ലൂസ്. അതെ, അമ്മയുടെ അടുത്ത് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. ഇതിനെക്കാട്ടും ബഹുമാനമായിരുന്നു എന്റെ അച്ഛന്റെ അടുത്ത്. പക്ഷേ അച്ഛൻ നാട് വിട്ടുപോയി. അത് നന്നായി. എന്ത്? അല്ലെങ്കിൽ നിന്നെ മുണ്ടില്ലാതെ കാണേണ്ടി വന്നേനെ ഞാൻ. ആ പിന്നെ ഞാൻ ഇനി നിങ്ങൾ ചിരിക്കത്തില്ലെങ്കിൽ ഒരാളെ പേര് വിളിക്കാം. ഓ, നമ്മള് ഉറപ്പാണല്ലേ? നല്ല പെണ്ണേ. ചിരിക്കത്തില്ലെന്ന് പറഞ്ഞതാ. പക്ഷെ നീ ചിരിക്കത്തില്ലെങ്കിൽ ഞാൻ വേറൊരാളെ പേര് വിളിച്ച് പരിചയപ്പെടുത്തി തരാം. ദേവമ്മ. ദേവമ്മേ, ഇരുന്നാട്ടെ മോനിരുന്നാട്ടെ. അയ്യോ, അല്ല, മുത്തശ്ശിക്ക് എത്ര നാളായി ഈ അസുഖം തുടങ്ങിയിട്ട്? അസുഖം തുടങ്ങിയിട്ട് കുറെ നാളായി. പക്ഷെ ഈ കറക്റ്റ് സമയത്ത് മരുന്ന് കഴിക്കത്തില്ല. അപ്പോഴേ ഇറങ്ങി ഓടിക്കളയും. അപ്പൊ എങ്ങനെയാ മരുന്ന് കൊടുക്കുന്നേ? അത് ചേട്ടൻ എന്തെങ്കിലും രഹസ്യം പറയണം.
അപ്പൊ ഇതുപോലെ കുതിരപ്പുറത്ത് കയറി ഓടും. ഓട്ടിച്ചിട്ട് വിട്ട് ചവിട്ടി പിടിച്ച് അണ്ണാക്കിലോട്ട് മരുന്നൊഴിച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അതെ അതെ, കാര്യങ്ങളിലേക്ക് കിടക്കാം. എന്നാ പിന്നെ ഞാൻ എന്റെ കാര്യം ആദ്യം അങ്ങ് പറയാം. ആയിക്കോട്ടെ. എനിക്ക് 28 വയസ്സാകുന്നതേ ഉള്ളൂ. അമ്മോ, എന്റെ മോളുടെ ഭാഗ്യം. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാനാണ്. ഇവിടെ എങ്ങും അല്ല, അങ്ങ് സിംഗപ്പൂരിലാണ്. അയ്യോ, അതുകൊണ്ട് മോന്റെ പാസ്പോർട്ട് ഒന്ന് വേണം. 48 വയസ്സ് കഴിഞ്ഞു. മൂത്തത്. അല്ല, അപ്പൊ മോന്റെ ജോലിയൊക്കെ എങ്ങനെയാ? നിങ്ങൾ എപ്പോഴും ആഹാരം കഴിച്ചാലും നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ഞാൻ വന്നിരിക്കും. ഇതുപോലൊരു എച്ചിൽ പറക്കി പൂച്ച പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നു. സത്യം. ഏതോ വീട്ടിൽ ആഹാരം കഴിച്ചോണ്ടപ്പോ ചെന്ന് കയറി അവരടിച്ചു എന്ന് കളഞ്ഞു. സീരിയലിന്റെ സമയം അപ്പോഴാണ് അതാ പറഞ്ഞത്. സീരിയലിന്റെ കാര്യം. സീരിയലിന്റെ കാര്യം പറഞ്ഞപ്പോ കഴിഞ്ഞ ആഴ്ച തങ്കമണി സീരിയല്ലേ, ഈ തങ്കമണി എന്തോ രഹസ്യം പറയുന്നുണ്ടല്ലോ, എന്തുവാ? അത് സസ്പെൻസാ. അതെനിക്ക് തോന്നി. ഈ തങ്കമണി സീരിയലില് നായിക ഞാനുമായിട്ട് കുറെ നാളായിട്ട് കണ്ടിന്യൂറ്റി ഉണ്ട്. തള്ളേ, കണ്ട പെണ്ണുങ്ങളായി കണ്ടിന്യൂറ്റിയോട് ചെക്കനെയാണോ എന്റെ മോടെ തല കെട്ടിവെക്കാൻ നോക്കുന്നത്? സ്ത്രീയാണ്, നിങ്ങൾ പെണ്ണല്ലേ? അല്ലേ? എന്റെ പന്നപ്പെണ്ണ എനിക്കിത് അറിയത്തില്ലായിരുന്നു. പന്നപ്പെണ്ണല്ല, നല്ല പെണ്ണാ. അത് ഈ മോത്തും ഒക്കെ വിളിക്കാൻ തോന്നണ്ടേ? ഇങ്ങോട്ട് മാറ്. എടാ ചെറുക്കാ, നീ ആ ഊറ്റിക്ക് പോയിട്ട് എന്നോട് എന്താടാ പറയാഞ്ഞത്? ഒരു മോത്തോട് പറഞ്ഞില്ലല്ലോ നീ. ഇതെന്റെ പ്രൊഫഷനെ ബാധിക്കും. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം. എന്തെങ്കിലും കേട്ടിട്ട് ഈ പെണ്ണുങ്ങളെ എടുത്തങ്ങ് ചാടും. ഇതിന്റെ അർത്ഥം തോന്നുന്ന കാര്യം തോന്നുന്നു മനസ്സിലാക്കത്തില്ല. വിവരമില്ലെന്ന് ആണുങ്ങൾ പറഞ്ഞുതരും. പറഞ്ഞോടെ അങ്ങോട്ട്. സാധാരണ ആണുങ്ങളൊക്കെ ഇങ്ങനൊക്കെ ഉണ്ടാവും. കല്യാണം കഴിയുമ്പോ മാറുമായിരിക്കില്ലേ? അതോ എന്നെ പോലെ സെറ്റപ്പ് ആയിട്ട് നടക്കൂ? അല്ല, ഏതെങ്കിലും സൈഡിൽ പോയി നിൽക്കൂ. ഞാൻ പറഞ്ഞതേ, ഞങ്ങള് ആ നായികയായിട്ട് ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഉണ്ടെന്നാ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങ് അകത്തോട്ട് നിൽക്കാം. അവർക്ക് എന്തെങ്കിലും സംസാരിക്കണ്ടോ? സംസാരിക്കട്ടെ. കാറ് രാവിലെ മുതൽ ഇവിടെ വരെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, നമ്മള് നേരത്തെ എല്ലാം ഞങ്ങളെല്ലാം പറഞ്ഞതാ. നിങ്ങൾ കാറും വിളിച്ച് ഇവിടം വരെ വന്നത് നിങ്ങളുടെ കല്യാണം നടത്താനാണോ? ഞാൻ മോളെ കാര്യം പറഞ്ഞത്. വിളിക്കട്ടെ മോളെ. എന്തോ? ഓ, നമ്മുടെ മോളെ. മോളെ, അച്ചായല്ല, ഏട്ടൻ. അതല്ല ചായ എന്നാ. ഓ, അയ്യോ, സീരിയലൊക്കെ ഇടക്കിടക്കിടക്ക് കാണുന്ന ചേട്ടൻ അവിനാശ്. അയ്യോ, ചേട്ടാന്ന് അറിഞ്ഞിരുന്ന ഞാൻ 100 വട്ടം സമ്മതിച്ചെന്നെ കല്യാണത്തിന്. പിന്നെ ഞാൻ ചേട്ടനോടൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ചേട്ടന് പ്രേമം എന്തേലും ഉണ്ടായിരുന്നോ? ഞാൻ അങ്ങനെ ആരെയും പ്രേമിച്ചിട്ടില്ല. പിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ പറ്റി എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. എന്താ അത്? നമ്മുടെ ഹണിമൂൺ ഏതെങ്കിലും ജാതി തോട്ടത്തിനകത്തായി, ജാതി മരങ്ങൾ പൂത്തു നിൽക്കുന്ന ആ ജാതി തോട്ടത്തിൽ ആ ജാതിപ്പൂവാരി ഞാൻ നിന്റെ മേലേക്ക് എറിഞ്ഞിട്ട് എന്റെ പ്രണയം നിനക്ക് ഞാൻ സമ്മാനിക്കും. ക്ഷമിച്ചേര്, ജാതി പറയാൻ പാടില്ലെന്ന് അറിഞ്ഞില്ല. കുഴപ്പമില്ല, എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടായി. നമുക്ക് കല്യാണമൊക്കെ കഴിക്കാം. പിന്നെ ഞാൻ ചേട്ടനോട് ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്, പക്ഷെ രഹസ്യമാണ്. അത് ഈ രഹസ്യം മാത്രം പറയുമ്പോഴേ ഓടുന്ന കുതിരയാ. കുഴപ്പമില്ല. പിന്നെ എന്താണെന്നറിയോ, അത് ഈ സിനിമയിലും സീരിയലിലും ഒക്കെ ഉമ്മ കൊടുക്കുന്നതെന്ന് കെട്ടിപ്പിടിക്കുന്നതൊക്കെ ഒറിജിനലാണ്. നമ്മള് ഉമ്മ വയ്ക്കാനായിട്ട് ഇങ്ങനെ വരും, അവരടുത്ത് വരും, നമ്മളും അടുത്ത് ചെല്ലും. പിന്നെ ക്യാമറ ട്രിക്കാ. അപ്പൊ അറിയാതെ എങ്ങനെ ഉമ്മ വെച്ച് പോയാലോ? ഇതുപോലെ മേടിച്ച് കൂട്ടും. കണ്ടോ, അവരെ കളിയും ചിരിയൊക്കെ കണ്ടിട്ട് കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്ന് തോന്നുന്നു. ഉമ്മ വെക്കുന്ന കാര്യം പറയുമായിരുന്നു. സീരിയൽ ഉമ്മ വെക്കുന്ന കാര്യം എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? എന്റെ മോളല്ലേ. ഇനി നമുക്ക് കൊടുക്കൽ വാങ്ങലിനെ കുറിച്ച് സംസാരിക്കാം. അതായത് ഫ്രണ്ടിൽ കിടക്കുന്നതെല്ലാം മോനുള്ളതാണ്. ഈ കളവി ഇവിടെ വന്ന് കിടന്നു. അപ്പുറത്തെ വീട്ടിൽ ആരോ എന്തോ രഹസ്യം പറയുന്നുണ്ട്. അതായത് ഈ വീടിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന വസ്തുക്കളെല്ലാം മോനുള്ളതാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, മോനെ പറ്റി ഞങ്ങൾ വീട്ടിന്റെ അടുത്ത് വന്ന് അന്വേഷിച്ചിട്ടില്ല. അതിനെന്താ, അവിടെ വന്ന് അന്വേഷിച്ചോ? ആണോ? കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ പെണ്ണിനെ പറ്റി അന്വേഷിക്കത്തില്ലേ? അന്വേഷിക്കും. അപ്പൊ ഈ കല്യാണം നടക്കണ്ടേ? വേറൊരു ഐഡിയ ഉണ്ട്, നമുക്ക് ഈ കല്യാണം രഹസ്യമായി നടത്താം.
കുതിര വെള്ളം കുടിക്കുക. അയ്യോ അതിലെ ഈ സീരിയലിലെ നായകൻ അവിനാഷ് അവനെതിരെ മീറ്റു ആരോപണം, ഉടൻ അറസ്റ്റ് ഉണ്ടാകുന്നു. ഇതിന് എന്നെ അടിക്കുന്നു നിങ്ങള്? അല്ലെ അവര് വിചാരിക്കും ഞാൻ നിന്റെ കൂട്ടാണെന്ന്. അപ്പം നീ ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയല്ലടാ. എന്റെ മോളെ ജീവിതം ഞാനിപ്പോ ചത്തുപോവേ. അത് ഞാനല്ല. നീ അല്ലെന്ന് നിനക്കെന്താടാ ഇത്ര ഉറപ്പ്? അത് നായകനായിട്ട് അഭിനയിക്കുന്ന അവിനാഷ. അപ്പൊ നീയാ? ഞാൻ ഈ പാസിംഗ് ഷോട്ട് ഒക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്ന അവിനാഷ്. എന്നെ ആരെങ്കിലും ആശുപത്രി കൊണ്ടുപോകും. ഞാനിപ്പോ ചത്തുപോകും. മോനെ മോൻ പേടിക്കണ്ടടാ. മോനെ ഈ അമ്മച്ചി ആശുപത്രിയിൽ കൊണ്ടുപോകും. മോനെ ഈ ആംബുലൻസിലോട്ട് കേറി. ആംബുലൻസ് ഇവിടെ. ഇങ്ങോട്ട് കേറടാ. കിട്ടില്ലോ. ഇതിന് സ്ക്രിപ്റ്റ് റൈറ്റർ നമുക്ക് വേണം. വിശുചേട്ടനോ? എവിടെ വിശുചേട്ടാ? വരും വരും. ഇതെന്തായാലും ഗംഭീരമായിരുന്നു അല്ലേ? അയ്യോ സ്ക്രിപ്റ്റ് നമ്മൾ പറയില്ലേ, ഓരോ ക്യാരക്ടറിന്റെ ഒന്നും നമുക്ക് ഒരു താരതമ്യം ചെയ്യാൻ പറ്റാത്തൊരു സ്ക്രിപ്റ്റാണ്. സൂപ്പർ. മുത്തശ്ശീന്റെ ആ ഒരു ക്യാരക്ടർ ഇല്ലേ, അസാധ്യം. ആൻഡ് യു പെർഫോംഡ്, യു കിൽഡ് ഇറ്റ് മാൻ. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഈ ചേച്ചീനെ നോക്കാതെ മുത്തശ്ശീനെ നോക്കിയത്. സ്പെഷ്യലി ഇപ്പം ഡയലോഗ് ഇല്ലെങ്കിലും, മുത്തശ്ശിക്ക് ഡയലോഗ് ഇല്ലെങ്കിലും ആ കുതിരയോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും, എന്റെ ദൈവമേ. എനിക്ക് സോനേനെ കണ്ടപ്പോ ഫിലോമിന ആന്റിന്റെ ഓർമ്മ വന്നു. സത്യം, യു ആർ എ ഫാന്റാസ്റ്റിക് ആക്ടർ. ഇതൊക്കെ പറഞ്ഞാലും നമുക്കിനി ബാറ്ററി ലെവൽ നോക്കണ്ടയോ? അതെ, ഈ വീട്ടിൽ നിന്ന് നമുക്ക് കോമഡി മാസ്റ്റേഴ്സിന്റെ ഹോം സിറ്റി പോയാലേ ബാറ്ററി വരുള്ളൂ. പോയാലോ? ചാടാൻ റെഡിയാണോ? എങ്കിൽ 1 2 3 പറയുന്നു, നമ്മൾ ചാടുന്നു ഒരുമിച്ച്. അണ്ണാ ചാടാൻ റെഡിയാണല്ലോ? 1 2 3. ഓൾറൈറ്റ്. അപ്പൊ ഈ കുടുംബത്തിന് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. റെഡിയാണോ? വാ. പണമൊഴുകണ കടി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി ദുരിതം താളത്തിൽ ഞാൻ പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി ദുരിതം താളത്തിൽ പിടിക്കണതിനിടയിൽ രാധിക ചേച്ചി എന്ന് പറഞ്ഞ അടുത്ത സ്കിറ്റ് എന്നെ കയറ്റിയിരിക്കണേ. സന്തോഷായില്ലേ? 50,000 റുപ്പീസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ശ്വേചേച്ചി 50,000 റുപ്പീസ് ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. ഒരു ഫാമിലി ഫോട്ടോ എടുത്തിട്ട് പിരിയാം. സൂപ്പർ. ശരി, എന്നാ ഫാമിലി ഫോട്ടോ. ചിരിച്ചോ എല്ലാരും ചിരിച്ചോ. നേരെ നോക്കിയോ. താങ്ക് യു. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഇനിയും നമുക്ക് കാണാം. ഓക്കെ. ഒന്നുമില്ല, സാധാരണ നമ്മളെപ്പോഴും കൂടെ നമ്മുടെ സ്കിറ്റ് കളിക്കുന്ന ആർട്ടിസ്റ്റുകളുമായിട്ടായിരിക്കും നമ്മൾ വന്ന് നിൽക്കാറ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് വന്ന് നിന്ന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സ്കിറ്റ് കാണും മനസ്സിലാവും. ഒരു ലിങ്ക് വേണമെങ്കിൽ തരാം. A plus B the whole square is equal to A plus B whole square is equal to A square plus 2AB plus B square. എന്താണ്? A plus B the whole square is equal to ഭൂമിയുടെ സ്പന്ദനം എവിടെയാണ്? കണക്കിലാണ്. ഞാൻ ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോഴേ ചോദിക്കുന്നത്, ഈ ഐസാറ്റിന്റെ ഫുൾ ഫോം എന്താണ്? ആൽബർട്ടിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അടിപൊളിയാണ്. അത് പറയാൻ പഠിച്ച അവർക്കാണ് A plus B the whole square പഠിക്കാൻ പാട്. അപ്പൊ ഒന്നുമില്ല, നിങ്ങൾ അവിടെ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിന് ഇടയ്ക്ക് ഇച്ചിരി സമയം കിട്ടുന്ന ഇടയ്ക്ക് ആർക്കെങ്കിലും ഇവിടെ വരണം, സ്കിറ്റ് കളിക്കണമെന്ന് തോന്നുവാണെങ്കിൽ വരിക. 50,000 രൂപ കൊണ്ട് തിരിച്ചു പോവാം. ഭയങ്കര കോമഡി ആണെങ്കിൽ 75,000 രൂപ കൊണ്ട് തിരിച്ചു പോവാം. അപ്പൊ ഇടയ്ക്ക് നിങ്ങൾ ട്രൈ ചെയ്തോട്ടാ. ചേച്ചി
അവര് റെഡിയാണ്. വരുമ്പോ മനസ്സിലാവും പരിപാടി എന്താന്ന്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വലിയൊരു സ്പൂഫായിട്ടാണ് അവർ വരാൻ പോകുന്നത്. നമ്മുടെ ശരത്ത്, ഷൈന്, ഐശ്വര്യമായിട്ട് കയറി വന്ന ഐശ്വര്യ. ബാറ്ററി ഒന്ന് ചാർജ് ആക്കി തരുവച്ചി. ബാറ്ററി ഓൺ. എന്റെ പിള്ളേര് ഓണായി. എന്റെ പിള്ളേര് ചാർജാണ്, ഞാനും ചാർജാണ്, നിങ്ങളും ചാർജ് ആയിക്കും. ഹലോ, സിനിമ നടൻ ദിലീപല്ലേ? ഞാൻ ചാക്കോ മാഷ്. എന്റെ സമ്മതം കൂടാതെ എന്റെ ഒരു ഡയലോഗ് എടുത്ത് നിങ്ങൾ സിനിമയ്ക്ക് പേര് നൽകിയില്ലേ? പേരെന്താണെന്നോ? ഹലോ, ഫോൺ വെച്ചാ കൊള്ളാം. ഈ ഒരു ഒറ്റ ഫോൺ കോൾ കാരണം 2 കാര്യങ്ങൾ ഇവിടെ നടന്നു. ഒന്ന്, ഒരു ക്യാരക്ടർ രജിസ്ട്രേഷനായി, മറ്റേതൊരു കൗണ്ടറും പോയി. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? എനിക്കൊരു മകനുണ്ട്. അവനിപ്പോ ഇവിടെ വരും. പഞ്ചായത്തിൽ നിന്ന് എനിക്ക് ആടിനെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അതിന് പകരം ചോദിക്കാൻ. അവന് ഞാൻ കൊടുക്കാം ഒരു ഡിറ്റോ മോഹൻലാൽ ആട് തോമ. ബാക്കി നിങ്ങൾ അനുഭവിച്ചു. അയ്യോ, ഇത് തന്നെയാണ് എന്റെ ഡയറക്ടറും പറഞ്ഞത്. ഈ ഫിഗർ കണ്ടിട്ട് അയ്യോ എന്ന്. അതല്ല, അതെന്റെ മാസ്റ്റർ സ്വിച്ച് ആണ്. മാസ്റ്റർ സ്വിച്ച് അല്ലല്ലോ, മാസ്റ്റർ പീസ് അല്ലേ? ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് മാസ്റ്റർ സ്വിച്ച്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ? എന്റെ മകനെ എനിക്ക് ഇഷ്ടമുള്ള പേര് ഞാൻ വിളിക്കും. വിളിക്കും, കണ്ണാന്ന് വിളിക്കും. ഉണ്ണി വന്ന കാര്യം പറ. അത് എനിക്ക് തോന്നുന്നു അലർജിയുടെ തോന്നുന്നു. പുറത്തൊക്കെ ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. ഉണ്ണി വന്ന കാര്യം പറയണം. ഞാൻ വന്ന കാര്യോ? എനിക്ക് അച്ഛന്റെ ഗോട്ടിനെ വേണം. അതൊരിക്കലും നടക്കില്ല. എന്താ? നിനക്ക് വേണമെങ്കിൽ നീ ഒറ്റയ്ക്കിടണം. എന്ത്? കോട്ടുവാ. അപ്പം അച്ഛന് ഇംഗ്ലീഷ് നല്ലപോലെ ഭക്ഷണമില്ലല്ലേ? ഞാൻ പറഞ്ഞത് ഗോട്ട്. ഗോട്ട് എന്ന് പറഞ്ഞാൽ ആട്. ഓഹോ, അങ്ങനെയാണെന്നെങ്കിൽ ആടുന്ന പല്ലിനെ നീ എന്ത് പറയും? അതോ, അത് ഗോട്ട്. ഇംഗ്ലീഷൊക്കെ എവിടെ പോയി പഠിച്ചു? അത് നമ്മൾ അപ്പുറത്തെ ചേച്ചി പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ട്യൂഷൻ സെന്റർ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ? അത് മറ്റേ A²=B². അതല്ല, വേറെ സാധനം ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എടാ, ഒരു കാര്യം ചോട്ടെ, നീ എന്തിനാണ് ഇവിടെ വന്നത്? പറ. ഞാനോ? എനിക്ക് എന്റെ ജീവൻ ടോൺ വേണം. ആദ്യം നീ മോഹൻലാലിന്റെ ടോൺ ശരിയാക്കി. നീ ജീവന്റെയോ 6 വേണമെങ്കിലും ടോൺ പിടിച്ചോ. അതല്ല, മുട്ടനാടിന്റെ ചകില ചോര കുടിക്കും. അതാണ് ഈ ആടുത്തോമ. അങ്ങനെയാണെങ്കിൽ അത് ആടുതോമയല്ല, പിന്നെ മൂട്ടത്തോമ. അല്ലാതെ അതല്ല ഞാൻ പറഞ്ഞത്. എന്റെ ജീവൻ ടോൺ അതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ചയ്യ ചയ്യ ചയ്യ. എന്തോ? എന്റെ ഫോണിന്റെ റിംഗ് ടോൺ. ഈ പുള്ളി ഇത് പൊളിക്കും, ഞാൻ പോവാ. ഇവിടെ വന്നിരിക്കണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഭൂഗോളത്തിന്റെ സ്പന്ദനം എവിടാ? അറിയാം, കൊച്ചു തണ്ടിൽ. കേട്ടിട്ടില്ലേ? ഇങ്ങനെ ഭൂമി കിടന്നിട്ട് കൊച്ചു തണ്ടി കറങ്ങിക്കൊണ്ടിരിക്കും. കൊച്ചുതണ്ടല്ലെന്ന് അച്ചുതണ്ട്, അതാണോ പറഞ്ഞു വന്നത്? ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സ്. ഭൂമി ഒരു വട്ട 0. ഒരു കാര്യം അറിയാമോ? എല്ലാ കണക്കുകളും മനപ്പാടമായി സോൾവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ, സർ CP. അങ്ങനെ കഷ്ടപ്പെട്ട് സോൾവ് ചെയ്യണ്ട. ഞാനൊരു സിമ്പിൾ സാധനം തരാം. കൈവച്ചിട്ട് സോൾവ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പനെ കളിയാക്കുന്നോടാ. എന്താ ഈ റൂബിൾസ് ക്ലൂബ്? പിടിച്ചേ, നീ ഒന്ന് പറഞ്ഞേ. അയ്യാ, ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ചമ്മി നിൽക്കുന്നുണ്ടോ അവൻ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ പൊന്മയെ കാണണം. അങ്ങനെയാണെങ്കിൽ നീ വല്ല തോടിന്റെ കരയിലോ പോയി നോക്കണം. എന്ത്? പൊന്മാനെ കാണാമെന്നു പറഞ്ഞു. ഞാൻ ഇല്ലാത്ത സമയത്ത് ഇയാള് സ്കിറ്റ് എഴുതി. ചെറുതായിട്ട് കേറി കേറട്ടെന്ന് കരുതി. അതിന് ഈ മാട്ട സാധനം ഒന്ന് പിടിച്ചോണ്ട് വരുന്നേ. നീ ഇപ്പൊ എന്തുവാ പറഞ്ഞ? അത് പറ. എന്റെ പൊന്നമ്മ എനിക്ക് കാണണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു പൊന്നമ്മ വരും. KPC ലളിത. ഇവനെ കൊണ്ടോ നമ്മൾ പൊളിഞ്ഞിരിക്കുന്നു. KPC ലളിത എന്തുവാകും നിങ്ങൾ കണ്ടറിഞ്ഞോ? ഞാൻ വിളിക്കാം. പൊന്നമ്മേ, ഏടി പൊന്നമ്മേ. അയ്യോ, ആരാണ് എന്നെ കർത്തമ്മെന്ന് വിളിച്ചത്? കൊച്ചു മുതലാളിയാണോ? കൊച്ചു മുതലാളി. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. നീ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ കടാപ്പുറത്ത് കൂടി പാട്ടുപാടി ചങ്കുപൊട്ടിച്ചാവും. അയ്യോ, ചങ്ക് പൊട്ടിയായിരിക്കത്തില്ല ചങ്കിന് ഇടികൊണ്ടായിരിക്കും ചാവാൻ പോകുന്നത്. ആരിടിക്കും? ഡയറക്ടർ സാർ. അങ്ങനാണെങ്കിൽ എനിക്ക് തൊട്ടൊരു കാര്യം പറയാനുണ്ടോ? ഇനി മേലാൽ ഈ സത്യനെ ചെയ്തില്ലെന്ന് സത്യം ചെയ്. അങ്ങനാണെങ്കിൽ പൊന്നമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഈ കറുത്തമ്മയല്ല, പൊന്നമ്മയാണ്. ഒന്നാമത് KPC ലളിതയുടെ ഫിഗറോ ഒരു സംഭവം ഇല്ല. മാൻഡസം പിടിക്കാൻ പറ്റുമോ? അങ്ങനാണെങ്കിൽ പൊന്നമ്മയോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. പൊന്നമ്മേ, ഇവിടെ വാ. ആ ഇടി പൊളിഞ്ഞു, നീ പോയി കേറ്. അതായത് പൊന്നമ്മ, ഞാൻ പറഞ്ഞു
മേടിച്ചു കൂട്ടിയോ? എനിക്ക് നേരത്തെ കിട്ടിയിട്ടുള്ളതാ. ഡയലോഗ് ഫിനിഷ് ചെയ്യണോ? ചെയ്യണം. അങ്ങനാണെങ്കിൽ എന്റെ കൂടെ നിൽക്കി, മാറി നിൽക്കാൻ അങ്ങോട്ട്. ഇവിടെ വാ കറുത്തമ്മ, അല്ല പൊന്നമ്മ, ഇവിടെ കൈപ്പിടി. ഈ ഡയലോഗ് പറഞ്ഞോ. എനിക്കൊരു 10,000 രൂപ തരണം. നിന്റെ ഒറ്റടിക്ക് മോഹൻലാൽ മാറിയാണ്ട് MG ശ്രീകുമാറായി വന്നിരിക്കുന്നു. ഈ സ്പടികൻ സ്കിറ്റ് നമ്മൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? ആണോ? കംപ്ലീറ്റ് ചെയ്യണോ? ഇപ്പൊ ശരിയാക്കി തരാം. എടാ പൊന്നമ്മ, ഞാൻ പറഞ്ഞു വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വണ്ടി ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് കംപ്ലൈന്റ് ആയി. അതുകൊണ്ട് എനിക്ക് കുറച്ച് പൊന്ന് തന്ന് സഹായിക്കണം. എന്റെ പൊന്ന് തോമ, എന്റെ പൊന്നിന്ന് വിട്. നിനക്ക് തരാനായിട്ട് ഇനി എന്റെ കയ്യിൽ 2 കിഡ്നി കൂടെ ബാക്കിയുള്ളൂ. ഒരിക്കലും ഞാൻ തരത്തില്ല. ആ 2 കിഡ്നി കണ്ടിട്ടാണ് ഞാൻ ട്യൂഷൻ സെന്റർ പണിയാനിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കിഡ്നി എടുത്ത് ഞാൻ പാവയ്ക്കത്തോട്ടം തുടങ്ങും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കിഡ്നി ക്യാൻസൽ. എന്നാ ഓക്കെ. പൊന്നമ്മ കണ്ടോ, നിങ്ങൾക്ക് 2 പേർക്കും എന്നോട് സ്നേഹമില്ല. പക്ഷെ അമിൻഡ പ്രാണിക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യം ഇപ്പോഴും മറക്കാതെ എന്നെ കാണുമ്പോ പറഞ്ഞോണ്ടിരിക്കും, കടുവ 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 എന്ന്. അയ്യോ, അത് നിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടല്ല. നീയും നിന്റെ വണ്ടിയും എന്നീ വീട്ടിൽ കയറി വന്നോ അന്ന് തൊട്ട് ഇവിടെ കടവ കടവ എന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അത് സത്യം. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറൊരു സത്യം പറയാനുണ്ട്. പൊന്നമ്മ, ഈ നിൽക്കുന്ന ചാക്കോ മാഷ് എന്റെ അപ്പനല്ല, നിന്റെ അപ്പനാ. അല്ല, സിറ്റുവേഷൻ മാറി ഞാൻ പറഞ്ഞിരിക്കാം. അതായത് മറ്റേ ബാലു ഇല്ലേ, ബാലുവിന്റെ അപ്പനാ. അങ്ങനെ നീ പറയരുത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പൊന്നമ്മ, ഇവൻ നമ്മുടെ കുടുംബം പൊളിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇവനല്ലാതെ എനിക്ക് മറ്റൊരു മകനുണ്ടെന്ന്. ഞാൻ പറയാം. നോക്ക്, ഇയാള് തന്നെ ഇപ്പൊ പറഞ്ഞു. ഞാനിപ്പോ പിടിച്ചേരാ മറ്റേ പുള്ളിയില്ലേ ബാലു. അന്ന് ഞാൻ ബാലുവിന്റെ കയ്യിൽ കോമ്പസ് ഊത്തിട്ട് ഓടിപ്പോയില്ലേ? നിങ്ങൾ വിചാരിച്ചെന്തോ ഞാൻ നാട് വിട്ടെന്ന് പോയെന്നല്ലേ? അല്ല, ഞാൻ അവന്റെ ബ്ലഡ് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യാൻ ലാബിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല ഞാൻ പറഞ്ഞു വന്നത്. എനിക്ക് നിനക്ക് പകരം ഞാനൊരു 18ാം പട്ട തെങ്ങ് വെച്ചിട്ടുണ്ട്. ആ തെങ്ങ് വളർന്ന് അതിൽ നിന്ന് കരിക്ക് വെട്ടി കുടിച്ചിട്ട് ഈ സർ CP ഇവിടുന്ന് മരിക്കൂ. അവസാനം പറഞ്ഞു ഒന്നുകൂടെ പറ. കരിക്ക് വെട്ടി കുടിച്ചിട്ട് മരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കരിക്ക് കൊണ്ടുവരാം, അത് കുടിച്ചിട്ട് അങ്ങ് തീരൂ. എന്നെ പരിപാടി പറയരുത് ഇവിടെ. പിന്നെ ഇയാളല്ലേ ഇടയിൽ അടിച്ച ഇയാൾ ചത്തില്ലെങ്കിൽ ഞാൻ ഇയാളെ തല്ലിക്കൊല്ലും. അമ്മച്ചാണ് ഞാൻ തല്ലിക്കൊല്ലും. ഒരു അപ്പനോട് എന്തിനാണ് ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുന്നത്? ദേഷ്യപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഈ സ്കിറ്റ് അടിച്ചു നിർത്താൻ പറ്റുമോ? അയ്യോ, അല്ലെങ്കിൽ ഈ സ്കിറ്റ് നമുക്ക് അടിച്ചു നിർത്താൻ പറ്റത്തില്ല. വേണമെങ്കിൽ നമുക്ക് ഇവിടെ പിടിച്ചു നിർത്താം. പിടിക്കടാ. അയ്യോ, ആണ്ട വീണ്ടും കറുത്തമ്മ. നല്ലൊരു സ്കൂപ്പായിരുന്നു ഇത്. കണ്ടപ്പോ പഴയ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് പോയി. ഇതുപോലത്തെ ഒരു മാഷും അല്ലെ, ഇങ്ങനെ ഫ്രണ്ട്സും ഒരു അമ്മയും. നിങ്ങൾക്കുണ്ടോ ഇതുപോലത്തെ നിങ്ങളുടെ കോളേജിൽ ഇങ്ങനത്തെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മാഷ്? ഞങ്ങളെല്ലാരും ചില്ലാണ്. ശരി ഗൈസ്, കമ്മിങ് ബാക്ക് ടു യു ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്? നിങ്ങൾക്ക് തോന്നുന്നു? ലാലേട്ട ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. സോറി, ഞാൻ കണ്ടില്ല. അയ്യോ, ഇത്രേ കാറ്റ് പോയ ഒരു ലാലേട്ടൻ കണ്ടിട്ടില്ല. എന്തായാലും നന്നായി ചെയ്തു. പക്ഷെ ആ തുടക്കം ഒരു എൻട്രി എല്ലാം സൂപ്പറായിരുന്നു. പിന്നെ റെഡ് ഷർട്ട് ഇടുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകാം ലാലേട്ടന്റെ ആ കണ്ണാടി അതൊക്കെയല്ല. പിന്നെ KPSC ആണ് ടീം. അതൊക്കെ ബോഡി ലാംഗ്വേജ് കറക്റ്റ് ആയിട്ട് ഐശ്വര്യ. പിന്നെ സത്യം പറയാണ്, നിങ്ങളുടെ സ്കിറ്റിന് അവളൊരു ഐശ്വര്യന്യാണ്. അവള് വന്നപ്പോഴാണ് ഒരു പേസ് കേറിയത്. ഏനോ ശരത് ഒരു ആശുതോഷ് റാണ ലുക്കാണ് നിങ്ങളുടെ. നല്ല കിടു, ലുക്കിംഗ് വെരി ഗുഡ്. ഭയങ്കര എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആശുതോഷ് ജീനെ വിളിക്കണോന്നൊക്കെ അങ്ങനെ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാറ്ററി നോക്കിയാലോ? ഇനി പിന്നെ ചാർജ് എത്ര കയറി എന്നുള്ളത് നോക്കാം. നിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ അടിപൊളി അടിപൊളി. 26,000 rupees ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ശ്വേത ചേച്ചി, യെസ് ട്രാൻസ്ഫർ ചെയ്തോളൂ. യെസ് ആൻഡ് ഹിയർ സൂപ്പർ പേയ്മെന്റ് കയറിയിട്ടുണ്ട്. അപ്പൊ അടുത്ത തവണ അടിപൊളിയായിട്ട് വരാം. ഓക്കെ ലാലേട്ടാ, കടയിൽ സന്തോഷം ലാലേട്ടാ. തിരിച്ചു വരുമ്പോൾ നമ്മൾ ചെറിയൊരു ടാസ്ക് ആണ് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഡാൻസ് കളിച്ചു, നമ്മൾ സ്കിറ്റ് കണ്ടു. ഇനി നമുക്ക് ചെറിയൊരു ഗെയിം അല്ലെ, ഈ പഠിത്തത്തിന്റെ ഇടയ്ക്ക് ചെറിയൊരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നല്ലേ സംഭവം. ഇതൊരു ചോക്ലേറ്റ് ആണ്, ചോക്ലേറ്റ് ബാർ ആണ്. ഈ ചോക്ലേറ്റ് ബാറിന്റെ നൂലിന്റെ ഒരറ്റം നിങ്ങൾ അരയിൽ ഇങ്ങനെ കെട്ടുന്നു. ഈ കെട്ടിയതിന് ശേഷം ഇതിവിടെ മുറുക്കിയതിന് ശേഷം ഒരറ്റം താഴെ ഇങ്ങനെ വീണ് കിടക്കുന്നു. വെറുതെ ഒന്നും നിങ്ങൾക്ക് ഇത് കഴിക്കാൻ കിട്ടത്തില്ല. നിങ്ങൾ ഇത് എങ്ങനെയെങ്കിലും മാക്സിമം ഇങ്ങനെ ഒരു സ്റ്റെപ്പിൽ കറക്റ്റ് വായിലെത്തി. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചോക്ലേറ്റ് വീട്ടിൽ കൊണ്ടോ. കോമഡി മാസ്റ്റേഴ്സ് ടീം വേഴ്സസ് ഐസാറ്റ് ടീം. വാശേറിയ മത്സരമായിരിക്കണം. കാരണം ഞങ്ങളുടെ പോരാളികൾ അഖിൽ ആൻഡ് നോബി.
ആദ്യം ഐസായിട്ട് മത്സരിക്കട്ടെ. അതാണല്ലോ അങ്ങനെയാണോ? അതെ, ടൈ ചെയ്ത് തരാം. ബാബാ ഓക്കെ, നമ്മുടെ ടീം റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം സെറ്റ് അല്ലേ? മുറുക്കി കെട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് നൗ. റെഡി 1 2 3 ഗോ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. Come on, come on. ഇതിൽ കാണിക്കണ്ട. You can do it. പോയി. മൂക്ക് പറ്റും. കിട്ടിയല്ലോ അവന്. എടാ എടാ എടാ, ചുറ്റിക്കാനല്ലടാ പറഞ്ഞ, മേളിലേക്ക് കൊണ്ടുവരണത്. സൂപ്പർ സൂപ്പർ. അതെ കിട്ടും. മോളെ പറ്റും. നീ ഒന്നും കടി. Not bad. എടാ സൂപ്പർ സൂപ്പർ. അത് തന്നെ. ഒന്ന് പീസ്ഫുൾ ആയിട്ട് നിന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നു കിട്ടാൻ ചാൻസ് ഉണ്ട്. മെല്ലെ. അയ്യോടാ. പണ്ട് പഠിച്ച ഫിസിക്സിന്റെ ഓസിലേഷൻ പോയിന്റ് ഒക്കെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പഠിത്തത്തിൽ മാത്രമല്ല ഈ ടാസ്കിലും കിടിലങ്ങളാന്നുള്ള തെളിയിച്ചോണ്ടിരിക്കുകയാണ്. ഒരെണ്ണം ഇപ്പൊ കിട്ടും. മുഖത്ത് കുറെ. ഓക്കെ ഓക്കെ, വെയിറ്റ് ടൈംസ് അപ്പ്. Good job. Good try. എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ ഓൾമോസ്റ്റ് വെരി ക്ലോസ്. ഇവനൊക്കെ വായിൽ 2-3 തവണ ഇവരും ചെയ്തു. അതെ. പെൺകുട്ടികളൊക്കെ നന്നായിട്ട് ചെയ്തു. കൊള്ളാം. Both the girls, both the boys. Very good. അടിപൊളിയാണ്. എങ്കിലും അടുത്ത ഇനി മാമന്മാരതാ. കോമഡി മാസ്റ്റേഴ്സിന്റെ ചേട്ടന്മാര് റെഡിയാണോ? രോമാഞ്ചം കൊള്ളിക്കാനതാ നോബി ചേട്ടൻ ആൻഡ് കുട്ടിയാക്കേ. ഇന്ന് ഡിസ്കും തെറ്റി ഇവിടെ കിടക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, അതാ രണ്ടാമത്തെ ടാസ്ക് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഇത്തവണ നോബി ചേട്ടനും അഖിലുമാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഈ ബംഗ്ലാവിൽ ഇരിക്കുന്ന ക്ലോക്ക് എടുത്തിട്ട് ഇവിടെ സമയം ഇത് പെൻഡുലം. പഴയ ക്ലോക്കല്ലേ അല്ലേ? ആ ശരി കേട്ടോ. നല്ലൊരു കൈയ്യടി കൊടുക്ക. നീ ഇടയ്ക്ക് ഒന്ന് സഹായിക്കാൻ വേണ്ടി അടിയൊരു തട്ട്. ഓക്കെ, your time starts now. കൈയുണ്ടാക്കി പറഞ്ഞു. വയറിന്റെ മേളിലെങ്കിലും എത്തിക്കാൻ നോക്കണം. നില്ലടാ, ഇത് എന്റെ കെട്ട ലൂസറാ. അഖിൽ പറ്റും. പറ്റും. നോബി ചേട്ടാ, വയറിന്റെ മേളിലെങ്കിലും എത്തിക്കാൻ നോക്കൂ. ആ ചോക്ലേറ്റ് ബാർ വയറിലെങ്കിലും തട്ടിക്കേണ്ടതാണ്. പരസ്പരം കുരുങ്ങരുത്, കൊണ്ടുപോടാ. തെറ്റായ ദിശയിലൂടെ തെറ്റായ രീതിയിലുമാണ് നോബി ചേട്ടൻ കളിക്കുന്നത്. അഖിൽ പറ്റും. 3 ദിവസം ആട്ടിയാ പോലും പൊങ്ങി വരൂല. കാല്. ഒരാള് വന്ന് ബാക്കിൽ നിന്ന് കടിച്ചെടുത്താ ഓക്കെ ആയിരിക്കും. നോക്കി സാരി കൊടുക്കും. അതെ, ആർട്ടില് 2 അണ്ടിപ്പരിപ്പെങ്കിലും തരണ ഇറങ്ങുമ്പോ 2 പല്ലിപ്പോ പോവും. മതി. But I would say
മതിയടാ മതിയടാ. പക്ഷെ വാസു, ഇല്ല പക്ഷെ ഗുഡ് ട്രൈ. നോബിച്ചേട്ടനൊക്കെ ഇത് ഇത്രയും പരിശ്രമിച്ച് ചെയ്തു അല്ല, എന്ന് പറയുന്നത് നോബിച്ചേട്ടൻ വലിയൊരു നന്നായി കാര്യമാണ്. try ചെയ്തു. ചേച്ചി എങ്ങനെയുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം? ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഗെയിം ഞാനാണ് ഇൻവെന്റ് ചെയ്തത്. ശ്വേത ചേച്ചിയാണ് ഈ ടാസ്ക് കണ്ടുപിടിച്ചത്. ചേച്ചിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. താങ്ക് യു ചേച്ചി, താങ്ക് യു. ഞാൻ ഓൺലി നോബിയും അഖിലിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ 4 മക്കള് വന്നപ്പോ അതിന്റെ വേറെ കളറായി. അതെ, സൂപ്പറായി. ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും ഐസാറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us. ഇനി നിങ്ങൾ തിരിച്ചു വരണം, ഈ ഒരു വൈബ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അത് മാറ്റില്ല ഊരേ ചെയ്തിട്ട് ആടിക്കൊണ്ടിരിക്കോ. അതവിടെ നടക്കട്ടെ. അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി, അടുത്ത ദിവസം നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.